കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ മേടത്തിരുവാതിര ഉത്സവം വിഷുദിനത്തിൽ കൊടിയേറും. ക്ഷേത്രാചാരങ്ങളും കലാപരിപാടികളുടെയും നടത്തപ്പെടുന്ന ഉത്സവം ആറാട്ടും കെട്ടുകാഴ്ചകളുടെ സമാപിക്കും. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്കാണ് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ കൊടികയറുന്നത്. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ എത്രത്തോളമായി എന്ന് ക്ഷേത്രോപദേശക സമിതിയോട് നമുക്ക് ചോദിച്ചറിയാം. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരുവുത്സവം നമ്മളെ യാതൊരു പൊതുജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് യാതൊരു അസൗകര്യം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മേടവിഷു ദിവസം കൊടികയറുന്നു എന്നുള്ളതാണ്. ഇവിടെ വരുന്ന സകല ആളുകൾക്കും പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ അന്നദാനം നമ്മൾ ഇടപാട് ചെയ്യുകയാണ്. അത് അന്നദാനം കഴിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേക ഒരു പന്തൽ, വളരെ 150-45 വീതി നീളമുള്ള വലിയ പന്തൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ഷേത്രകലകളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ക്ലാസിക് ഐറ്റംസ് നമ്മൾ ക്ഷേത്രത്തിനകത്തുള്ള ഓഡിറ്റോറിയത്തിൽ നടത്തും. ബാക്കിയുള്ള അടിപൊളി പരിപാടികളെല്ലാം വെളിയിൽ വലിയ പന്തലുണ്ട്. LED ബാക്ക്ഗ്രൗണ്ട് ഡിസ്പ്ലേയോടുള്ള വലിയ പന്തലുണ്ട്, അതവിടെ നടത്തും. അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പ്രത്യേകത. ടൗൺ മൊത്തമായിട്ട് ഈ 11 ദിവസവും ഇലൂമിനേഷനുണ്ട്. പിന്നെ വിനായക എസ് അജിത് കുമാറാണത് നടത്തുന്നത്. കൊടികയറ്റത്തിൻ്റെ കാർമ്മികത്വം കൊടിയേറ്റം എന്ന് പറയുന്നത് തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാന തന്ത്രി. പിന്നെ കൂടാതെ ഊരായ്മക്കാരുണ്ട്, അകവർ പൂവമ്പള്ളി മന. ഈ 2 മനയിലും പ്രതിനിധികൾ കൊടിയേറ്റത്തിൻ്റെ അന്ന് ഇവിടെ എത്തും. അപ്പം അവരുടെയും കൂടെ സഹായം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. ഉത്സവ ദിനത്തെ ആ ഒരു പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? ഉത്സവ ദിനത്തെ പാർക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ അന്നദാനത്തിന് വേണ്ടി ഒരു പന്തലിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി തൊട്ട് അല്പ ദൂരത്തിൽ ഇതിനേക്കാൾ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിനേക്കാൾ വലിപ്പത്തിലുള്ള ഒരു ഉരയിടം നമ്മൾ അന്ന് വൃത്തിയാക്കി പാർക്കിങ്ങിന് വേണ്ടി സജ്ജമാക്കുന്നുണ്ട്. ഒപ്പം ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള പഴയ എക്സൈസ് ഓഫീസ് ഉണ്ടായിരുന്ന ആ ഭൂമി അത് വൃത്തിയാക്കി അതും പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ടി തരാനുള്ള ഏർപ്പാടുകൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയില്ല. എല്ലാ ദിവസവും അന്നദാനം ഉൾപ്പെടെയുള്ള വലിയ ആഘോഷ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. അപ്പം നമ്മൾ ഇങ്ങനെ വെള്ളായനി എന്ന കാർഷിക ഗ്രാമത്തിന്റെ പ്രത്യേകത ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. അപ്പം വെള്ളായനിക്ക് സമാനമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇത്തരം കാർഷിക ഗ്രാമങ്ങൾ കേരളത്തിൽ പലതുണ്ട്. അത്തരം ഒരു